ഹോണ്ട സിറ്റി കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നല്ല മൈലേജിൽ ലോ മെയിൻ്റനൻസ് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സെഡാൻ വേണമെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം അല്ലേ. സെഡാൻ കാറ്റഗറിയിൽ ഓടിക്കാനും സുഖമുള്ള മൈലേജ് ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അല്ലേ. ഇതിൻ്റെ വില പലർക്കും ഒരു ഇതുണ്ടാവും, എന്താ ഇത്ര ചോദിക്കുന്നതെന്നുള്ള ഒരു കിലോമീറ്ററിൻ്റെ ഇതുണ്ടാവും. അതിലിപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ഇതിന് 4 ടയറും മാറി പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ വീണ്ടും തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് മമ്മിയൂർ സ്ഥിതി ചെയ്യുന്ന ബ്രോസ് കാസിലാണ് നമ്മൾ ഇന്നുള്ളത്. സ്വാഗതം ചെയ്യാം ഹുസൈൻ കാ. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ രാജ ഇന്ത്യൻ ഓയിൽ പമ്പ്, അതായത് ലിറ്റിൽ ഫ്ലവർ കോളേജിൻ്റെ ഓപ്പോസിറ്റ് അല്ല, രാജ ഇന്ത്യൻ ഓയിൽ പമ്പ് ഉണ്ട്. അതിന് തൊട്ട് ചേർന്നിട്ടാണ് ബ്രോസ് കാസിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, കോൺടാക്ട് ഡീറ്റെയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ഹുസൈൻ കാ, ഇന്നത്തെ വാഹനങ്ങൾ കുറച്ച് ഹാച്ച് ബാക്ക് ഉണ്ട്, സെഡാൻ ഉണ്ട്, XUV ഉണ്ട്, എല്ലാം ഉണ്ട്. SUV, സെഡാൻ, ഹാച്ച് ബാക്ക് 3 സെഗ്മെന്റ് വാഹനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക. കിഡടക്കം ഉണ്ടല്ലേ, ചെറുവണ്ടികളെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഇതിൽ കാണിക്കുന്ന മാത്രമല്ല, വേറെ പുറകിൽ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത തന്നെ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ചെക്ക് ചെയ്യാനും ശരിക്കാനും ഒക്കെ എല്ലാത്തിനും സൗകര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാവുന്നതാണ്. ഹുസൈൻക്ക് എന്തായാലും ഉറപ്പ് വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറന്നു വേണ്ട. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് അല്ലേ. ഓക്കെ, ആദ്യ വാഹനം നമുക്കൊരു ക്വിഡിൽ തുടങ്ങാം. ക്വിഡ് ക്ലൈംബറാണ്, ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. KL 45 രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെ ഹുസൈൻ കാ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ. ഓക്കെ, 19 രജിസ്ട്രേഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് RXT അല്ലേ? അതെ. ഓക്കെ, ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ. കിലോമീറ്റർ ഏകദേശം 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. 5 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലൈംബർ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയാണ്. അതിനാണ് ഈ ഒരു കളറ്, മിററിൽ, അതേപോലെ തന്നെ ബമ്പറിൽ, ഉള്ളിൽ ഡാഷ്ബോർഡിൽ സീറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കളർ ചേഞ്ച് കാണാൻ സാധിക്കും. 1000 cc വാഹനമാണ് വരുന്നത്. ഏവറേജ് ഒരു 17 to 19 റേഞ്ചൊക്കെ ഏവറേജ് മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ പ്രൈസിങ് എങ്ങനെയാണ് ഇതിൻ്റെ? ഇത് 7,60,000 രൂപയുടെ വണ്ടിയാണ് ഓൺ റോഡ് വരുന്നത്. ഓക്കെ, നമുക്ക് 4 രൂപ കൊടുക്കാം. 4,18,000 മോഡൽ, 19 രജിസ്ട്രേഷൻ വാഹനം. ഇത് ഫൈനൽ ആണോ റേറ്റ്? അതോ ഇത് ഫൈനൽ റേറ്റ് ആണ്. ഇത് ഫൈനൽ റേറ്റാ. ഇത് നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണും കയറും. ഓക്കെ, ഒരു 19,000 മിനിമം കാണും അല്ലേ. ഏകദേശം ഫുൾ ലോൺ കിട്ടും. പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഇതുവരെ നടത്തിയ ബാങ്ക് ട്രാൻസാക്ഷൻ, അതേപോലെ മുന്നേ ലോൺ എടുത്തിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം അല്ലേ. അടുത്ത എലൈറ്റ് i20 ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്, കാസർഗോഡ് ജില്ല. എങ്ങനെ? 2018 മോഡൽ. മാഗ്നയാണ്, സിംഗിൾ ഓണറാണ്. ഓക്കെ, ബേസിൻ്റെ മേളിൽ വരുന്ന ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നതാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. 18 പുതിയ മോഡൽ ഇറങ്ങിയുള്ള വണ്ടി. 18. ഓക്കെ ഓക്കെ, ഓട്ടോ എത്ര? 75,000 കിലോമീറ്റർ ഓട്ടം. ഓട്ടം പോരും. ഡീസലാ? പെട്രോളിന് 75,000. ഓക്കെ, വേണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം 6 വർഷം കൊണ്ട് 75,000 ഓടി. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, മൈലേജ് ഒരു 11 to 14 ആ ഒരു ഏകദേശം റേഞ്ച്. 15-ന്റെ ഉള്ളിൽ അത്രയും കണ്ടാൽ മതി. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ലാസ്റ്റ് എല്ലാ വണ്ടികൾക്കും നമുക്ക് ലാസ്റ്റ് റേറ്റ് പറയാം. ലാസ്റ്റ് റേറ്റ് പറഞ്ഞാൽ 5,65,000 കൊടുക്കാം. 5,65,000. 2018 മാഗ്ന, 75,000 കിലോമീറ്റർ ഓടിയ വാഹനം. സിംഗിൾ ഓൺഷിപ്പാ? സിംഗിൾ ഓൺഷിപ്പ്. ഏകദേശം 5 ലക്ഷം രൂപ ലോണും കിട്ടും. 75,000 രൂപ ഉണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു പെട്രോൾ i20 ആണ്. CNG കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം. അത്രയും ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടാവും അല്ലേ. അതുകൊണ്ടാണ്. അടുത്ത വണ്ടിയിലേക്ക് i20 i10 വന്നു. i10 ഗ്രാൻഡ്, KL 67 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 മോഡൽ മാഗ്ന. ഓക്കെ, ഇതും സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നതാണ്. AC പവർ സ്റ്റിയറിംഗ് ബേസിക് എല്ലാം വരും. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അടക്കം വരുന്നുണ്ട്. ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം ഇത് ഓടിയത് 49,000 കിലോമീറ്റർ. 49,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. പെട്രോൾ ആണല്ലേ? പെട്രോൾ. ഓക്കെ, ഡീസൽ മുന്നേ ഇറങ്ങിയത്, പിന്നെ ഇറങ്ങിയിട്ടല്ലോ ഡീസൽ. 15-16 വരെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഡീസൽ ഇറങ്ങിയില്ല, പെട്രോൾ തന്നെയാണ്. ഇതും അത്യാവശ്യം പവറുള്ള സെഗ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് മൈലേജ് കുറച്ച് കുറയും. ഒരു 15-നകത്ത് തന്നെ ഇതും കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിലായിട്ടേ കിട്ടുള്ളൂ. ലോങ് ഹൈവേയിലൊക്കെ ഒരു 15 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. 15-16 വരെ ലോങ് നോക്കി ഓടിച്ചാൽ അത്രയേ ഉള്ളൂ.
ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ. എത്ര കൊടുക്കുക? ഒരു 4,40 കൊടുക്കാം. 4,40,000 ഫൈനൽ റേറ്റ് ആണ്. 2018 പറഞ്ഞത്? 19. സോറി 19. റെഡ് നമ്മൾ വരാണ്ട് ഒരു റെഡ് വരാണ്ട് സെയിം തന്നെയാണ്. സെയിം തന്നെയാണ്. ഓക്കെ ഓക്കെ. അടുത്തതാ ഇവിടുത്തെ നാട്ടുകാരനാണ്. ഗുരുവായൂർ രജിസ്ട്രേഷൻ KL46 i20 L8 തന്നെ. ഇത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ. ആസ്ട്ര ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഉണ്ട്. ഏറ്റവും ടോപ്പ് 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ആസ്ട്ര ഓപ്ഷണൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ് എല്ലാം വരും. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പാ? എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് മാർക്കറ്റ് റേറ്റ് 6,75 ഉണ്ട്. നമുക്ക് ഈ 3 ഓണർഷിപ്പ് ഞാൻ തന്നെ കൊടുത്തത് അവർക്ക്. ഗൾഫ് കമ്പനി ഇങ്ങനെ തിരിച്ചു വന്നതാണ്. ഇത് നമുക്ക് 5,75 കൊടുക്കാം. ഏതാ മോഡൽ കാര്യങ്ങൾ? 2018 മോഡൽ. ആസ്റ്റ ഓപ്ഷനിലാണ് വാഹനം. ആസ്റ്റ അല്ല, അതിൻ്റെ മുകളിൽ വരുന്ന ഓപ്ഷനാണ്. പെട്രോൾ ഓട്ടോ എത്ര പോയി? പെട്രോൾ 87,000 ഓടിയിട്ടുണ്ട്. 5,70,75,000 രൂപയ്ക്ക് ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നൊരു വാഹനമാണ്. ഏകദേശം 11.5 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ലോൺ എത്ര കയറിയില്ല? ലോൺ 5 ലക്ഷം. 75,000 കണ്ടാൽ ഇറക്കാൻ പറ്റും. ഏകദേശം ഒരു 75,000 to 1 lakh, 75 to 1 lakh കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു പ്രീമിയം ഹാഷ്ബാക്ക് വാഹനം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സെയിം എല്ലാം വരിക. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ ഹ്യുണ്ടായി വിട്ട് മാരുതിയിലേക്ക് വന്നിരിക്കുകയാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ് ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റിൻ്റെ തൊട്ട് മുന്നേ ഇറങ്ങിയ ഷേപ്പ് അല്ലേ? KL54 രജിസ്ട്രേഷൻ ബ്ലൂ സ്വിഫ്റ്റ്. എങ്ങനെയാ ഇത്? 2019-20 രജിസ്ട്രേഷൻ. ഡീസലാണ് VDI. ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും. നല്ല മൈലേജ് ഉണ്ടാവും. 20 above മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. ബാക്കിൽ ഡിക്ക് മാത്രം മാറിയിട്ടുണ്ട്. ചെറിയ ക്ലെയിമിൽ മാറിയില്ല. അതാണ് മേജർ അല്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഡിക്കി കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. ഹിസ്റ്ററിയിലുണ്ട്. ഷോറൂമിൽ മാറിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഓയിൽ ചേഞ്ച് ഇതെല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ സർവീസും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓട്ടോ എത്ര പോയി? 67,000 2019 VDI. ഓക്കെ. എത്രയാ ഇത്? നമുക്കൊരു 6,75 കൊടുക്കാം. 6,75,000 ഫൈനൽ റേറ്റ് ആണ്. 2019 VDI സ്വിഫ്റ്റ്. ഓക്കെ. ഡീസലാണ്, മറന്നുകൊണ്ട. അടുത്ത വണ്ടിയിലേക്ക് വരാം. അടുത്തൊരു റെഡ് സ്വിഫ്റ്റ് ആണ്. നേരത്തെ കണ്ട സെയിം ഷേപ്പിൻ്റെ KL52 രജിസ്ട്രേഷനാണ്. ചെറിയൊരു ബമ്പർ റീപെയിന്റ് കയറിയിട്ടുണ്ട് അല്ലേ? ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പമ്പർ മാത്രം റീപ്ലേസാ? ഓക്കെ. പുതിയ മോഡൽ പമ്പർ ചെയ്തില്ല. പെയിന്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. ചെറിയൊരു ടച്ചിൻ്റെ ഒരു ഫിനിഷിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 ഓട്ടോമാറ്റിക്. 19 ഓട്ടോമാറ്റിക്. ഓക്കെ. പെട്രോൾ വാഹനമാണ്. 48 ഓട്ടം. ഏതാ? VXI? ഓക്കെ. 48,000 മിഡിൽ ഓപ്ഷൻ. നേരത്തെ കണ്ട സെയിം ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. മൈലേജ് ഒരു 14 to 17 വരെ കിട്ടൂല ആവറേജ് ഓട്ടോമാറ്റിക്കൽ. ചിലപ്പോൾ അതിന് മുകളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, അറിഞ്ഞൂടാ, എന്നാലും പറയാണ്. AMT ഗിയർ ബോക്സ് ആയതുകൊണ്ടാണ്. ഓക്കെ. എത്ര കൊടുക്കും ഇത് ഫൈനലി? ഇത് നമുക്ക് ലാസ്റ്റ് 6,40 കൊടുക്കാം. 6,40,000 2019 ഓട്ടോമാറ്റിക് VXI സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 6 lakh ലോൺ കിട്ടൂല? എന്തായാലും കിട്ടും. നേരത്തെ കണ്ടാലും കിട്ടൂല? കിട്ടും. ഓക്കെ. ഏകദേശം ഈ ഒരു കളർ നമുക്ക് വരാണ്ട്. റെഡ് തന്നെ മാനുവൽ ഇന്നുണ്ട്. ഓക്കെ. അത് 5,40 കൊടുക്കാം. അത് ഇത് തന്നെയാണ് ഓപ്ഷൻ? ഓപ്ഷനല്ല, വ്യത്യാസം ഉണ്ടല്ല. ഓക്കെ. ഇതാണ് ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ഓക്കെ. അടുത്തൊരു സെഡാൻ വാഹനം. ഹാച്ച് ബാക്ക് ഒക്കെ മാറി സെഡാനിലെത്തി. ഹോണ്ട സിറ്റി ആണ്. അതും KL46. ഇവിടുത്തെ വണ്ടി തന്നെയാണ്, ഗുരുവായൂർ പെട്രോൾ. ഇത് 2014 മോഡല്. ഡീസൽ 14. ഓക്കെ. ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ വാഹനം. സെഡാൻ കാറ്റഗറിയിൽ ഓടിക്കാനും സുഖമുള്ള മൈലേജ് ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അല്ലേ? ഏകദേശം 20യുടെ അടുത്തൊക്കെ ഏകദേശം കിട്ടൂല? കിട്ടും ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. ബാക്കി ഇപ്പോൾ 70,000 കിലോമീറ്റർ ഓടിയുള്ള 70,000 സർവീസ് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞു. 80,000 സർവീസ് വരുന്നത്. സർവീസ് റെക്കോർഡ് ഉണ്ടോ? ഉണ്ട്. 14 എന്ന് പറയുമ്പോൾ അത്യാവശ്യം 1 lakh മേലെ പോകേണ്ട സമയം കഴിഞ്ഞു. ചോദിച്ചത് റെക്കോർഡുള്ള വണ്ടിയാണ്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞുള്ള വണ്ടിയാണ്. സർവീസ് ഇവിടെ വന്നപ്പോൾ ആയിണ്ടായിരുന്നു. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ നല്ലൊരു ഡീസൽ ഹോണ്ട സിറ്റി. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 5,90 കൊടുക്കാം. 5,90,000. ഓപ്ഷൻ ഏതാ? ഫുൾ ഓപ്ഷൻ. ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2014. 5,90 നിങ്ങൾക്ക് ഡീസൽ ഹോണ്ട സിറ്റി കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നല്ല മൈലേജിൽ ലോ മെയിൻ്റനൻസ് കൊണ്ടു നടക്കാൻ പറ്റിയൊരു സെഡാൻ ആണെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം അല്ലേ? ഓക്കെ. അടുത്തൊരു SUV വന്നു. KL48 രജിസ്ട്രേഷൻ. ഈ ജില്ലക്കാരൻ തന്നെയാണ്, വടക്കാഞ്ചേരി അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 മോഡല്. 19 MJ. ഓക്കെ. ഷാർപ്പാണ് ഏറ്റവും ടോപ്പിൽ. ഡീസലോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വാഹനം. DCT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. മൈലേജൊക്കെ ഒരു 10ൻ്റെ അകത്തൊക്കെ കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിലേ കിട്ടുള്ളൂ.
വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. പക്ഷെ നല്ല മൂവിങ് ഉള്ള ഒരു സെഗ്മെന്റ് വണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന പല ഷോറൂമിലും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നൊരു വണ്ടിയാണ് MG ഹെക്ടർ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും അവർ ഓടിക്കാനുള്ള സുഖം എല്ലാം കൊണ്ടായിരിക്കും. ഓക്കെ, മൈലേജ് കൺസേൺ അല്ല പലരും, അങ്ങനത്തെ ഒരു കാര്യമില്ല. ഓക്കെ, ടാക്സി നമ്പറാണ് 1000. ഓട്ടോ എത്ര പോയത്? 49,000. വലിയ ഓട്ടം പോയില്ല, നോർമൽ ഓട്ടമാണ്. ഇപ്പോൾ എത്രയാണ് ഫൈനൽ? നമുക്ക് ലാസ്റ്റ് 13.5 കൊടുക്കാം. 13,50,000 ഷാർപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ MG ഹെക്ടർ 2019 മോഡൽ വാഹനം. ഒരു 12 ലക്ഷം ലോൺ കിട്ടും. 12 കിട്ടും അല്ലേ? ഒരു 2 ലക്ഷത്തിനകത്ത് 1.82 കണ്ടിറക്കാം. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു സെഡാൻ കാറ്റഗറി. ഇത് ഹോണ്ടയുടെ സിവിക്കാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അൾട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സെഗ്മെൻറ്റ് വാഹനമാണ് ഹോണ്ട സിവിക് എന്ന് പറയുന്നത്. KL 27 കേരള വണ്ടി തന്നെയാണോ ഇത്? ഇത് നിങ്ങളുടെ നമ്പർ ആയുള്ള വണ്ടിയാണ്. നമ്പർ ഒരേ ഓണർഷിപ്പിൽ തന്നെയാണ്. അവിടെ ഓണർഷിപ്പ് സെയിം ആണല്ലേ? ചെന്നൈ, മദ്രാസ്. ചെന്നൈ അവര് ഉണ്ടായിരുന്നതാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ അവരെ പേരിൽ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ്. ഓക്കെ, ചെന്നൈ വാഹനമാണ്, ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, വേറെ മേജർ പണികളോ ക്ലെയിമോ ഒന്നുമില്ല. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതാ? 2008 പെട്രോൾ വാഹനമാണ്. ഓട്ടോമാറ്റിക് അല്ല? അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം. ഒരു പെർഫോമൻസ് കാറാണ്, ഒരു പെർഫോമൻസ് സെഡാനാണ്. മൈലേജ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, കുറവായിരിക്കും, നല്ല കുറവായിരിക്കും. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നീട്ടുണ്ട്. ആ ഡോർ പാഡ് കുറച്ചൊന്നും ഇതായിട്ടുണ്ട്, അതേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. ഓക്കെ, നല്ലൊരു കളറുമാണ്. ഓട്ടോ എത്ര കാണിക്കുന്നുണ്ട് ഇപ്പോൾ? ഇത് ഓട്ടം 49. അത് ഓട്ടം കറക്റ്റ്. അതിൻ്റെ ഓണറടുത്ത് നമ്മൾ എടുത്തത്. അതിന് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഓണറായിട്ട് സംസാരിക്കുകയും ചെയ്യാം. 49,000. ഓക്കെ, നോക്കാം എന്തായാലും. എത്ര ഇപ്പോൾ ചോദിക്കുന്ന ഫൈനൽ? നമുക്ക് 2,60,000 കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് 2009 അല്ല പറഞ്ഞത്? 8. സോറി, 2008. പേപ്പറിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ? പേപ്പറുണ്ട്. 5 വർഷത്തേക്കുള്ള 5 വർഷമല്ല, ഇപ്പോൾ 4 വർഷത്തേക്കുള്ള പേപ്പർ ഉണ്ടാവും. 23 റിന്യൂവൽ എടുത്തായിരിക്കും. 4 വർഷത്തേക്കുള്ള പേപ്പർ ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ലോണും കാര്യമൊന്നും കിട്ടൂല. ഹോണ്ടൻ്റെ പെട്രോൾ ആയതുകൊണ്ട് വേറെ പണികളൊന്നും വരാൻ ചാൻസ് കുറവാണല്ലേ? ഓക്കെ, വോക്സ് വാഗൺ പോളോ ആണ് എടുത്തത്. KL 47 രജിസ്ട്രേഷൻ വാഹനം. ഒരു ബ്ലൂ കളർ പോളോ ആണ്. ഹൈലൈൻ ആണല്ലേ? ഹൈലൈൻ പ്ലസ് അല്ലല്ലോ? ഏതാ മോഡൽ? ഏതാ? 2015 ആണ്. ഹൈലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഡീസലോ പെട്രോളോ? ഡീസൽ ഹൈലൈൻ 1.5. അതെ, 1.5. നല്ല മൈലേജ്, അതേപോലെ തന്നെ നല്ല പെർഫോമൻസ്. ടർബോ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഒരു കേട്ടത് ഇതുവരെ നമ്മൾ ഓടിച്ച് പറഞ്ഞ പോലെ കേട്ട മൈലേജ് എന്ന് പറയുന്നത് ഒരു 18 റേഞ്ചൊക്കെ ആവറേജ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് മൈലേജ് ഡീസലിൽ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. 63,000 കിലോമീറ്റർ ഓട്ടം. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, നല്ലൊരു പോളോ അല്ലേ? എത്ര കൊടുക്കാം? 590 കൊടുക്കാം ലാസ്റ്റ്. ഓക്കെ, 2016 ഹൈലൈൻ ഡീസൽ 1.5 ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ വാഹനം. 5,90,000 ഫൈനൽ റേറ്റ് ആണ്. ലോൺ എത്ര കിട്ടും? 5 ലക്ഷം കിട്ടും. 5 ലക്ഷം കിട്ടും. ഇതിൻ്റെ വില പലർക്കും ഒരിതുണ്ടാവും, എന്താ ഇത്ര ചോദിക്കുന്നതെന്നുള്ള ഒരു കിലോമീറ്ററിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞ 6 ലക്ഷം രൂപക്ക് കൊടുത്തതാ. അവർക്ക് ഇപ്പോഴും 25,000 കയ്യിലുണ്ട്. ശരി, അവര് ലോണ് കിട്ടാത്തൊരു പ്രശ്നം കാരണം ഞാൻ വേറെ കൊടുക്കുമെന്ന് പറഞ്ഞതാ. അപ്പൊ അതിലും 10 രൂപ കുറച്ചിട്ടാണ് നിങ്ങളോട് വീഡിയോയിൽ പറയുന്നല്ലേ? നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് കൊടുത്തതിന് ശേഷം കുറെ എൻക്വയറി വന്ന് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞതാ, അല്ലെങ്കിൽ വണ്ടി പോയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടൊയോട്ട ഇന്നോവ KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ്, മലപ്പുറം. ഇത് റീ ആയതാണോ? അല്ല, കേരള വണ്ടി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 വണ്ടി. ഇപ്പോൾ റിന്യൂവൽ ചെയ്യണം. അത് ഞങ്ങൾ ചെയ്തു തരും. 5 വർഷത്തെ പേപ്പർ എടുത്ത് തരും. ഇൻഷുറൻസ് 1 മാസം കൂടെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്ത് തരും. പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പറും ഇൻഷുറൻസും ഇവരെടുത്ത് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്. റീപ്ലേസ് ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ആ ടൈപ്പ് തന്നെയാണുള്ളത് അല്ലേ? ഷേപ്പ് മാറ്റിയില്ല, ഒന്നും മാറ്റിയില്ല. 4 ടയർ പുതിയതുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ടെസ്റ്റ് കൊടുക്കാനല്ലോ. 2 ദിവസം കൊണ്ട് പേപ്പർ കിട്ടും. ഇത് നമ്മൾ ടെസ്റ്റ് കൊടുക്കാത്തത് RC പോയി കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന കസ്റ്റമറിന് അവരുടെ പേരിൽ പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കും. അവരുടെ പേരിൽ മാറി കൊടുക്കും. അപ്പോൾ 2 ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് ടെസ്റ്റ് ഇവിടെ കിട്ടും. ഒരു 2 ദിവസം കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 220. 2,20,000 കേരള വാഹനം. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ടെസ്റ്റ് എടുത്തിട്ട് എല്ലാം പേപ്പർ നമുക്ക് 4,90 കൊടുക്കാം. 4,90,000. ഓപ്ഷൻ ഏത്? വി ഓപ്ഷനാണ്.
വി ആണ് അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. വി ഓപ്ഷൻ 490 സ്വന്തമാക്കാം. ഫുൾ പേപ്പറിൽ 5 വർഷത്തെ പേപ്പറിൽ ഒറിജിനൽ കേരള വണ്ടിയാണ്, റിയ വണ്ടിയല്ല. 490 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനം മഹീന്ദ്ര ഥാറാണ്. KL9 പാലക്കാട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഏറ്റവും ടോപ്പിനാണോ? ആ ടോപ്പാണ് ഏറ്റവും ടോപ്പിൻ്റെ. മാനുവൽ ഡീസൽ മാനുവൽ വാഹനം. ഏതാ മോഡൽ? 2021 മോഡൽ. ഓക്കെ. ഓട്ടം 47,000 കിലോമീറ്റർ ഓടിയ ഡീസൽ 4x4. അതെ, 4x4 ഥാറാണ്. എന്താ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം 21-17 വരുന്ന വണ്ടിയാണ്. അതെ. ഓക്കെ. ഇപ്പോഴും അതിലിപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ഇതിന് 4 ടയർ മാറി പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് 14,90 കൊടുക്കാം. 14,90,000 രൂപയ്ക്ക് 2021 4x4 ഡീസൽ കാറാണ് നിങ്ങൾക്ക്. ലാസ്റ്റ് റേറ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് റേറ്റ് 14,90 സ്വന്തമാക്കാം. ടയേഴ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്നും നോക്കാനില്ല. ഇനി നിങ്ങൾക്ക് ഒരു 10-40,000 കിലോമീറ്റർ സുഖമായിട്ട് വിടാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. ഇത് ലോൺ എത്ര കയറും? ഒരു 13 ലക്ഷം വരെ കിട്ടും. ഓക്കെ. അത്രയേ ഉള്ളൂ. 13 ലക്ഷം രൂപ IDV ഉണ്ട്. ഓക്കെ. നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കാരണം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. അത് വായിച്ചിട്ട് അതിനനുസരിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ കാണിച്ച വണ്ടികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലേ? കമ്പനികളൊക്കെ അടുത്തില്ല, എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹുസൈൻ കാ വളരെ നന്ദി. എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം.